A6888 എന്ന് പറയുന്ന മൂവിക്ക് ശേഷം ടൈലർ പെറി സംവിധാനം ചെയ്ത ഒരു മൂവിയാണ് ജൂൺ 6-ന് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഡയറക്റ്റ് OTT റിലീസായ ഈ ഒരു സ്ട്രോ എന്ന് പറയുന്ന ഒരു ക്രൈം ഡ്രാമ മൂവി. സോ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ടാരാജി പി ഹെനീസൺ ആണ്. മെയിൽ ക്യാരക്ടർ അല്ല ഇതിൽ ലീഡായിട്ട് വരുന്നത്. സോ ഇതിലൊരു ഫീമെയിൽ ക്യാരക്ടറാണ് ലീഡായിട്ട് വരുന്നത് ഈ ഒരു ലീഡ് റോളിൽ. സോ ആ ഒരു ക്യാരക്ടറാണ് ടാരാജി പി ഹെനീസൺ ചെയ്യുന്ന ആ ഒരു സിംഗിൾ മദർ ക്യാരക്ടർ. സോ ഈ ഒരു ക്യാരക്ടറിന് ഒരു മകളുണ്ട്. കുറേ മെൻ്റൽ ഇഷ്യൂസ് ഉള്ള ഒരു മകളാണ്. സോ ഒരു മകളെ നോക്കുന്നത് തന്നെ വളരെ പാടുപെട്ടിട്ടാണ്. സോ കാരണം കുറേ പ്രാരാബ്ധത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള ജോലി മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ പോകുന്ന ആ ഒരു കഥാപാത്രം പോവേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതായത് ഈ ഒരു സിംഗിൾ മദറായിട്ട് ഒക്കെ ഉള്ള ഇങ്ങനെ ഈ ഒരു മെൻ്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടിയെ എങ്ങനെയാണ് നോക്കുന്നത്, അതിനുള്ളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് ഈ ഒരു ക്യാരക്ടർ സഹിക്കേണ്ടി വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. സോ അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ മെൻ്റൽ സ്ട്രെസ്സിലൊക്കെ പോയി എങ്ങനെയാണ് ജോലിക്ക് വരുന്നത്, പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ ഒരു റൂമിൻ്റെ റെൻറ്റ്, അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ അകപ്പെടുകയാണ് ഈ ഒരു കഥാപാത്രം. സോ അങ്ങനെ പോകുന്ന ആ ഒരു കഥാപാത്രം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് ആ ഒരു ദിവസം ആ ഒരു ലൈഫിൽ നടക്കുന്നു. സോ ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ മാറ്റി എന്തൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ സ്റ്റോറി. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സോ ഒരു ടാരാജി പി ഹെനീസൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു മൂവി നൽകുന്നുണ്ട് എന്നതിലാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം ആ ഒരു ക്യാരക്ടർ അത്രയും സ്ട്രെസ്സിൽ കൂടിയാണ് ഈ ഒരു സിനിമ ഫുള്ള് പോകുന്നത്. അധികം സ്ട്രെസ്സിൽ കൂടി പോകുന്ന ഒരു ക്യാരക്ടറാണ്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും ലൈഫിൽ നടക്കുന്നു. അതല്ലാതെ തന്നെ മകളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂസ്, പല ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു ദിവസം ഈ ഒരു ക്യാരക്ടറിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ കാണിക്കുന്ന സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷെറി ഷെഹാഡ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്. ഒരു ബാങ്ക് മാനേജറായിട്ട് ആ ഒരു റോളാണ് ചെയ്യുന്നത്. സോ അതേ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. സോ ഇവർ തമ്മിലുള്ള സീക്വൻസസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായി. സോ സിനിമയുടെ ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണ്, ഡയറക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയെ ബാധിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റിലോട്ട് ഈ ഒരു ടാരാജി പി ഹെനീസൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുവരും. സോ അത് കഴിഞ്ഞ് നടക്കുന്ന പല സംഭവങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് ആണെന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിലുള്ള പേസിങ് ഇഷ്യൂസൊക്കെ കംപ്ലീറ്റ്ലി പടത്തെ കുറേ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് നടന്നു, പിന്നെ അങ്ങോട്ട് എന്താണ് നടക്കുന്നത്, ആ ഒരു സ്ക്രീൻ പ്ലേയിൽ അങ്ങനെ പോകുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഓഡിയൻസിന് ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സിനിമയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ ഒരു ടൈലർ പെറിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആക്ടർ പ്ലസ് ഡയറക്ടറാണ്. ഇതിനു മുമ്പ് 6888 എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് വുമൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അധികം കണക്റ്റായ ഒരു മൂവിയായിരുന്നു. അത്രയും നല്ലൊരു മൂവി സമ്മാനിച്ചൊരു സംവിധായകനാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ക്ലൈമാക്സിലൊരു ഷോക്കിംഗ് ട്വിസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്വിസ്റ്റ് വർക്കൗട്ട് ആവുന്ന ഒരു ടൈം വരുമ്പോഴത്തേക്കും തന്നെ ഓഡിയൻസിന് ആ ഒരു ഇൻട്രസ്റ്റ് ചെറുതായിട്ടൊന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് വരുമ്പോൾ ആ ഒരു ഷോക്കിംഗ് ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ മൂവി കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.